എത്തിയോ എത്തിയോ? എത്തിയില്ല, ഞാൻ വെയിറ്റ് ചെയ്യാ. രാവിലെ ആകെപ്പാടെ ചളായടാ. എന്തു പറ്റി? എന്തായാലും ജോലിയായിട്ട് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കണം. അതിനിടെ ആനിയമ്മയുടെ ബീൻസ് തോരനും ചമ്മന്തിയും ചുമന്നുകൊണ്ട് നടക്കണ്ടല്ലോ എന്ന് കരുതി എടുക്കാതെ ഞാൻ ചാടി. ആ, കോളനിക്ക് പുറത്തിറങ്ങും മുമ്പ് ആനിയമ്മ ഓടിച്ചിട്ട് പിടിച്ചേൽപ്പിച്ചു. ഇതാണ് അച്ചായന്റെ കുഴപ്പം. കള്ളം പറയാനും അറിയത്തില്ല. പഞ്ചായത്ത് ഓഫീസിൽ ഉച്ചയ്ക്ക് ആരുടെങ്കിലും ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പറയായിരുന്നോ? ഇക്കാര്യത്തിൽ നിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അല്ല, എന്താണ് പ്രോഗ്രാം? കാണണം, എവിടെയെങ്കിലും പോയിരുന്ന് കുറച്ച് സംസാരിക്കണം, ഭക്ഷണം കഴിക്കണം, പിരിയണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളു? ഇപ്പൊ തന്നെ ആകെപ്പാടെ ഒരു വെപ്രാളവും പരവേശവും. മുട്ടിടിച്ചു തുടങ്ങി. അച്ചായ, ഒരുമാതിരി കൈ വന്ന ജോലിയെ തട്ടിക്കളയരുത്. എടാ, നമ്മുടെ രവിയെങ്കിലും ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? രവിയെങ്കിലോ? അത് ഇവിടുന്ന് 11:30 വരുമെന്ന് പറഞ്ഞ ഒന്നങ്ങോട്ട് വിളിച്ചു നോക്കാം. ഹലോ, Augustine. Who are you? Hello? Hello? എന്തായി? കുഴപ്പമായിടാ, മൊത്തത്തിൽ കുഴപ്പമായി. എന്തുപറ്റി? അവളുടെ ഭർത്താവ് ഫോൺ എടുത്തു. അയ്യോ, എന്നിട്ട്? ഞാൻ ഫോൺ കട്ട് ചെയ്തു. അയാളെ ചേട്ടനെ കാണാൻ ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക, എന്താ ചെയ്യണ്ടേ? എടുക്കണ്ട. അല്ലെങ്കിലും ഈ ഭർത്താക്കന്മാര് തെണ്ടികള് ഭയങ്കര ശല്യമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്നാ പിന്നെ കറങ്ങിക്കാതെ പഞ്ചായത്തിൽ പോ. അനിയമ്മയുടെ ചോറെങ്കിലും കളയണ്ട. ആ, അത് ശരിയാ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവല്ലേ? ആ, ഇപ്പഴാ ഒരു സമാധാനമായത്. ചാക്കോച്ചോ, ഒരു ചായ. ഹലോ. ആ സാർ, രജിയാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ വിളിച്ചിരുന്നു. ഞാന് പിന്നെ ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. എങ്ങോട്ട്? ഞാൻ ഓഫീസിലോട്ട്. അപ്പൊ സാറിന് ലീവല്ലേ? അല്ലല്ല. പിന്നെ സാറിന് അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു. ആരാ? പേര് അഗസ്റ്റിൻ. എന്നിട്ട് അയാളെന്ന് പറഞ്ഞു? സാറിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഓ, അതിനുശേഷം എന്ത് പറഞ്ഞു? അതിനുശേഷം ഒന്നും പറഞ്ഞില്ല. അല്ല, അയാളുടെ രൂപം എങ്ങനെ? ഒരു 6 അടി പൊക്കം. ഭാവം. കട്ടി മീശ കാരണം ഭാവം പിടിയിട്ടില്ല. അയാൾ ചിരിച്ചോ? ചിരിച്ചില്ല. പിന്നെ ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെട്ടില്ല. പിന്നെ സാർ ഇതിന് മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാള് വന്നു പോയി, അത്രേ ഉള്ളൂ. അയാൾ പോയിന്ന് ഉറപ്പാണോ? ഉറപ്പാണോന്ന് ചോദിച്ചാ പുറത്തെങ്ങാനുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനിന്ന് ലീവാണ് കേട്ടോ. ഞാനിന്ന് ലീവാ. ശരി. ഹലോ സാർ, അടുത്ത സ്റ്റോപ്പിൽ ഒരു ആളിറങ്ങണേ. ഹലോ സാറ് കമ്പിളിപ്പോക്ക് വിളിക്കണോ? പോലീസ് വരാൻ മാത്രമൊന്നും ഉണ്ടായില്ലല്ലോ. സ്റ്റോപ്പ്. എന്താ പേര്? ഉലഹന്നാൻ. ഞാൻ കീഴാറ്റൂർ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ഈ PK മഹാദേവന്റെ ഫ്ലാറ്റ്. PK മഹാദേവൻ സ്ഥലം മാറിപ്പോയിട്ട് ഒരുപാട് നാളായി സാർ. അയാൾ ഏത് ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്? അത് ഇവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ മതി. EF6. താങ്ക് യു സാർ. ഗിരീഷേ, പോവാം. എന്തുപറ്റി? ഓഫീസിൽ പോയില്ല. ഒരു മെമ്പർ മരിച്ചു, അതുകൊണ്ട് പഞ്ചായത്ത് അവധിയാ. ആരോ കാണാൻ വന്നിരിക്കുന്നു. അഗസ്റ്റിൻ എന്നാ പറഞ്ഞേ. എന്റെ മാതാവേ, ആനിയമ്മ അറിയാതെ നിന്ന് ഡീൽ ചെയ്താലേ ഞാൻ നാളെ 10 പാക്കറ്റ് മെഴുകുതിരി വാച്ച് കത്തിച്ചോളാം. പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ്.
എം അഗസ്റ്റിൻ. ഉലഹന്നാൻ. അറിയാം. കുടിക്കാൻ നോ താങ്ക്സ്. എനിക്കൊരു സ്ട്രോങ് ടീ, നീ പതുക്കെ എടുത്താ മതി. ഞാൻ വന്ന കാര്യം ഇവിടെ നിന്ന് പറഞ്ഞാൽ സാറിന്റെ വൈഫ് കേട്ടാൽ മോശമാവും. നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഗുഡ്. സോറി സർ, സോറി. സാറ് വിളിച്ചപ്പോൾ ഞാൻ ഹൂ ആർ യു എന്ന് ചോദിച്ചത് ഫീൽ ചെയ്ത് കാണുന്നു ജൂലി പറഞ്ഞായിരുന്നു. തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തത് അതുകൊണ്ടാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്തത് തെറ്റാണ് സർ. കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സർ. കാശ് സർ പ്ലീസ് വാങ്ങണം സർ. എന്നോട് അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചു തരാം. സാർ ഒന്ന് അവളോട് സംസാരിക്കണം പ്ലീസ്. ബെല്ലടിക്കട്ടെ സർ. ഹലോ, ഉലഹന്നാനാണ്. സോറി സർ, അങ്ങേര് ചേട്ടന്റെ വീട്ടിൽ പോകാതെ എന്നെ പരീക്ഷിക്കാൻ ഇങ്ങോട്ട് വന്നു. സാറിന്റെ കോള് വന്നപ്പോ ഇതാരാടിയെന്നും ചോദിച്ച് ചീറി പാഞ്ഞൊരു വരവ്. അപ്പോ പിടിച്ചു വെക്കാൻ വേണ്ടി ഞാനൊരു നോണ പറഞ്ഞു. എന്ത്? ബ്യൂട്ടി പാർലറിന്റെ കടമുറിക്ക് അഡ്വാൻസ് 10,000 റുപ്പീസ് സാറിനോട് കടം വാങ്ങിയെന്ന്. ദയവ് ചെയ്ത് സാർ ആ കാശ് വാങ്ങിച്ചു വെക്കണം, അല്ലെങ്കിൽ എന്റെ കുടുംബം തകർന്നു പോകും. പ്ലീസ് സർ, പ്ലീസ്. പൈസ 10,000 ഉണ്ട് സാർ, ഉണ്ട്, മുഴുവനായിട്ടുണ്ട് സാർ. താങ്ക് യു സാർ. എന്നാ പിന്നെ ഞാൻ പോട്ടെ സാർ. ഒരു 3-4 പേർ കൂടെ കാശ് കൊടുക്കാനുണ്ട്. ഒരു 3-4 പേർ കൂടെ കൊടുക്കാനുണ്ട്. എന്ത് നല്ല മനുഷ്യൻ. 3-4 പേർക്കാ? ദൈവമേ. ഈ ഗാനം ഉന്നച്ചാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓ മൈ ജൂലി, ജൂലി നിന്റെ ഗിറ്റാറിൻ മാറിലെത്ര കമ്പി, ഒരു കമ്പി. നിങ്ങളുടെ ജൂലി മോൾ ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പ്രണയം ഒരു ഉത്സവമാണ്, ഉത്സവങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. അവള് കൊള്ളാലോ. എന്തായാലും കൊടി ഇറങ്ങി ഉറപ്പായി. ഇവന്റെ ഒരൊറ്റ പ്രാക്കാണ് ഇതിനൊക്കെ കാരണം. നിന്റെ കുശുമ്പ്, കുന്നായ്മ, അസൂയ, കണ്ണുകടി. ഞാനാ? എന്റെ മുഖത്ത് നോക്കി പറടാ. നിന്റെ മനസ്സിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പറയടാ. എന്തൊന്നു പറയാൻ? ചെറുതായിട്ട്. എനിക്ക് വിളിക്ക. ആരെങ്കിലും എനിക്ക് ഇപ്പൊ വിളിച്ചു തരണം. ഏതെങ്കിലും ഒരു പെണ്ണിനോട് എനിക്ക് ഇപ്പൊ സംസാരിക്കണം. ഒരേ ഒരു കമ്പി അല്ലേ? ശരി, ഒറ്റ ദിവസം കൊണ്ട് അച്ഛനെ ടച്ചിങ്സിന് പെണ്ണിന്റെ ശബ്ദം വേണമെന്നായി. വിളിക്കാൻ ആരെങ്കിലും ഒരാളെ വിളിച്ചു കൊടുക്കടാ. നിന്റെ പെങ്ങളുടെ നമ്പർ ഒന്നും അല്ലല്ലോ ചോദിക്കും. അങ്ങനെ വിളിക്കേ. നിർബന്ധമാണ്. വിളിക്കേ. ഇവന്റെ ഒരു സെറ്റപ്പ് ഞാനിന്ന് കലക്കി കാണിച്ചു കൊടുക്കാം. ഒരേ ഒരു കമ്പി അല്ലേ? മുറുക്ക് വേണം. മാന്യമായിട്ട് ഡീൽ ചെയ്യണം. ഓക്കെ? ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുമ്പോൾ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി. എന്താ പേര്? പേരൊക്കെ എന്തിനാ? ആരെങ്കിലും മതി എന്നല്ലേ പറഞ്ഞത്. പിടിച്ചേ. മാന്യത, മാന്യത. ഹലോ ഹലോ, ഹൗ ആർ യു? ഞാൻ വേണുക്കു. ഉന്നച്ചായനാ? എനിക്കത് പണിയാന്നാണല്ലോ. ആനയമ്മ ഇവൻ വിളിച്ചതെന്ന്. ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഈ ശബ്ദം അനിയമ്മ? അതെ, നമ്മുടെ റീത്താമ്മയുടെ കൊച്ചുമോൾ എടുത്തതാ. സിസിലി ഇപ്പൊ അയച്ചു തന്നതാ. അവള് ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെ മൂളിപ്പാട്ട് പാടി അടക്കുന്നത് കണ്ടിട്ടുണ്ട്. പള്ളിക്കോറിൽ പാടിയതായി കേട്ടിട്ടുണ്ട്. അപ്പൊ നീ പാട്ടൊന്നും കേട്ടിട്ടില്ലേ?
കേട്ടത്. ഇല്ല ഞാൻ മൊത്തത്തിൽ സ്പോർട്സ് ആയിരുന്നല്ലോ, ജാവലിൻ ത്രോ. നിന്നെ പോലെ ഇത്രയും രസികനായ ഒരു ഭർത്താവിന് ഇത്രയും കൊല്ലം സഹിച്ചതിന് ആനിയമ്മയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം. അത് സത്യം, പരമസത്യം. ഭർത്താവാണത്രേ. തന്ത്രികൾ പൊട്ടിപ്പോയ ആനിയമ്മൻ ചേച്ചിയുടെ ജീവിതം. ഓ, ഇയാൾ എന്തൊരു ഭർത്താവാണ്, യൂസ്ലെസ് ഫെലോ. നീ മിണ്ടരുത്. എടാ നീ ഈ ഇരിക്കുന്ന 2 ഫോണിനോട് കാണിക്കുന്ന സ്നേഹം നീ ഭാര്യ ലതയോട് കാണിക്കുന്നുണ്ടോ? എന്നിട്ടാ ഇവൻ എന്നോട്. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. ഈ ഫോൺ വിലയുടെ പേരിൽ എന്തെങ്കിലും കലിപ്പുണ്ടായ നിന്റെ ജീവിതം ഞാൻ കോഞ്ഞാട്ടയാക്കും. നോക്കും. അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? നീ എന്തിനാ ആവശ്യമില്ലാതെ ആനിയമ്മയെ വിളിച്ചു കൊടുത്തേ? അങ്ങനെയെങ്കിലും ഭാര്യ എടുത്ത് സ്നേഹമുള്ള 2 വർത്താനം ഈ ഐറ്റം പറയട്ടെ എന്ന് വിചാരിച്ചു. ബെന്നി നീ ഒഴിച്ചേ.